ഇത് കാലവർഷത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മഴയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ അലേർട്ടുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോ ഈ 20-ാം തീയതിയാണ് നമ്മൾ ഓറഞ്ച് അലേർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിന് മുൻപത്തെ ദിവസം, അതായത് 18-ാം തീയതി മുതൽ മഴ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആകാശം മേഘാവൃതമാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നേരിയ രീതിയിലുള്ള മഴയും പെയ്യുന്നുണ്ട്. പക്ഷെ നാളെ മുതൽ മഴയുടെ അളവ് കൂടും, മഴ കണക്കും. വടക്കൻ ജില്ലകളിലേക്ക് അതിന് യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 20-ാം തീയതിയാണ് ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് കൊടുത്തിരിക്കുന്നത്. 20-ാം തീയതി ശക്തമായ മഴ ഉണ്ടാവും. അത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും കൂടുതൽ മഴ ഉണ്ടാവുക. അതിനുശേഷം 21-ാം തീയതി മഴയുടെ അളവിൽ ഒരു 21, 22 തീയതികളിൽ മഴയുടെ അളവിലൊരു നേരിയ ശമനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 21-ാം തീയതി കർണാടക തീരത്തിനടുത്ത് ഒരു ചക്രവാത ചുഴി രൂപപ്പെടുകയും 22-ാം തീയതി അതൊരു ന്യൂനമർദ്ദമായിട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് കേരളത്തിൽ മഴയൊരു അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 23 മുതൽ വീണ്ടും മഴ ശക്തിപ്പെടും. അപ്പോൾ 23-ാം തീയതി തുടങ്ങുന്ന മഴ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടാകും. അത് 24-ഉം 25-ഉം കടന്നു പോകാനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ കാണുന്നുമുണ്ട്. അപ്പോ ഈ മഴ മിക്കവാറും അതിശക്തമായിട്ടല്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും മഴ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ മഴ അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം മൺസൂൺ ഓൺസെറ്റ് ആയില്ലെങ്കിൽ പോലും മൺസൂൺ ഓൺസെറ്റിന് മുൻപ് ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഇപ്പീകളിൽ മഴ വരുന്നത്. അപ്പൊ ഈ അലേർട്ടുകളെല്ലാം ഇത് എല്ലാ ദിവസത്തെയും ഒബ്സർവേഷൻ വെച്ച് അത് മാറി മറിഞ്ഞ് വരാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ആകെ കൂടിയുള്ളൊരു ചിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മഴ ശക്തിപ്പെടുന്നതായിട്ടാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. മാം, ഇപ്പോൾ ഓരോ മഴക്കാലവും മലയാളികളെ സംബന്ധിച്ച് ഭീതിയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ മുന്നറിയിപ്പിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സാധ്യതകളെ ഉള്ള സ്ഥലങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറണം എന്നുള്ളത്. മാത്രമല്ല ഈ ഒരു മഴയുടെ ഒരു പ്രത്യേകത എപ്പോഴും അതിശക്തമായ കാറ്റും ഇടിമിന്നലും ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഈ അടുത്ത കാലത്തായി ഈ പെയ്യുന്ന മഴയിലൊക്കെ. അത്തരം പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇടിമിന്നലോട് കൂടിയുള്ള മഴയുടെ സാഹചര്യം കുറഞ്ഞു. നമ്മുടെ ആ വേനൽ മഴ ഇപ്പോ തീർന്നു. നമ്മൾ വേനൽക്കാലത്തിനുള്ള ഇടിയോട് കൂടിയുള്ള മഴയിൽ നിന്ന് നമ്മൾ മൺസൂൺ കാലത്തെ തുടർച്ചയായി പെയ്യുന്ന മഴയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി അധികം ഒരു ഇടിമിന്നലിന്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മിന്നൽ കേട്ടിട്ടുകൊണ്ടുള്ള അപകടങ്ങൾക്കോ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് ദിവസം മുഴുവനും ആകാശം മേഘാവൃതമായിരിക്കുന്ന ഒരു സാഹചര്യം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടത്, നമുക്ക് വേനൽ മഴ അധികം കിട്ടിയിരുന്നത് കൊണ്ട് ഈ നമ്മുടെ ഈ മണ്ണിലേക്കുള്ള സംഭരണവും, അതായത് സോയിൽ മോയ്സ്ചർ സാച്ചുറേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ടെക്നിക്കലി നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ മണ്ണിലേക്കുള്ള സംഭരണവും എല്ലാം നടന്നിട്ടുള്ളത് കൊണ്ട് ഇനി പെയ്യുന്ന മഴ അത് മിക്കവാറും ഒഴുക്ക് ജലമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ തോടുകളിലും ചെറിയ ഇതുപോലുള്ള അരുവികളിലും തോടുകളിലും ഒക്കെ വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ ഇനി പെയ്യുന്ന മഴ അങ്ങനെ ഒരു അളവ് കൂട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. മഴ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എല്ലാ ജില്ലകളിലും ഉണ്ടാവും. അളവിലൊരു നേരിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി എല്ലാവരും ശ്രദ്ധിക്കണം. മാധ്യമങ്ങളിലൊക്കെ വരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടർച്ചയായി അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.